ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ ടിപ്സിലേക്ക് സ്വാഗതം. റെയിൽവേ സെക്ടർ സ്റ്റോക്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ സ്പെഷ്യൽ ഫോക്കസ് ഉണ്ടാവും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഭാഗമായിട്ടാണ് എല്ലാ റെയിൽവേ സ്റ്റോക്കും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. നല്ലൊരു കറക്ഷൻ വന്നിട്ടും ഒട്ടുമിക്ക റെയിൽവേ സ്റ്റോക്കും അധികം അടിക്കാതെ പിടിച്ചു നിന്നിട്ടുണ്ട്. ആർവെലിൻ്റെ കേസിൽ ഒരുപാട് ആൾക്ക് ഈ ഒരു പൊസിഷനിൽ കൊടുത്തുപോയ ആൾക്കാരുണ്ട്. 550 റേഞ്ചിലൊക്കെ കറക്ഷൻ വരുന്ന പ്രതീക്ഷ കൊടുത്തുപോയ ആൾക്കാരുണ്ട്. ആക്ച്വലി ആർവെൽ എക്സ്ട്രാ ഓവർ വാല്യുവേഷൻ ആണെങ്കിൽ പോലും അതൊരു പ്രീമിയം സ്റ്റോക്കായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് കറക്ഷൻ വരുമ്പോഴേക്കും അതിൽ ബൈയിങ് വരികയാണ്, ആൾക്കാർ തിരിച്ചു വാങ്ങുകയാണ്. അതുകൊണ്ടാണ് ഒരു ഹൈ പിയിൽ നിന്നിട്ട് ആ സ്റ്റോക്ക് കറക്ഷൻ വരാത്തത്. പ്രീമിയം സ്റ്റോക്കായി മാറിക്കഴിഞ്ഞാൽ ഒരു ഹയർ പി റേഷ്യോയിലേക്ക് എപ്പോഴും നിൽക്കുക. ഇൻഡസ്ട്രിയൽ പിയിനെക്കാട്ടും കുറച്ചും കൂടെ ഹൈ പി അല്ലെങ്കിൽ ഡബിൾ പിയിൽ ആയിരിക്കും പല സ്റ്റോക്സും, പല പ്രീമിയം സ്റ്റോക്സും നിൽക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒരു മേജർ കറക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും ബഡ്ജറ്റിനോടനുബന്ധിച്ച് ഒരു കറക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് 560 ലെവൽ സപ്പോർട്ട് തന്നെ അതിൽ താഴോട്ട് വരാൻ സാധ്യത ആർബിഐനില്ല. അതുപോലെ തന്നെ റെയിൽവേ സെക്ടറിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാവുന്ന വേറെ 3-4 സ്റ്റോക്കുകളുണ്ട്. വളരെ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള സെക്ടർ സ്റ്റോക്സാണിത്. ഈ ഇന്ത്യൻ റെയിൽവേൻ്റെ സ്റ്റോറി ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. ജസ്റ്റ് ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണുള്ളത്. ആ ഒരു ആസ് എക്സ്പെക്റ്റഡ് ഡെവലപ്മെൻറ്റ് എന്താണോ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു ലെവലിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ സെക്ടറിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ റെയിൽവേ സ്റ്റോക്സും ഈ ലെവലിൽ നിന്ന് 100% എപ്രിസിയേഷൻ തരാനുള്ള സാധ്യതകൾ എല്ലാം ഉണ്ട്. ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് റെയിൽടെൽ ആയാലും ഇർക്കോൺ ആണെങ്കിലും കിട്ടാക റെയിൽ സിസ്റ്റം ആണെങ്കിലും ഇതിൽ നിന്ന് എല്ലാത്തിനും വ്യത്യസ്തമാണ് ആർവെൽ. കാരണം ആർവെൽ ഒരു റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്ക് മാത്രമല്ല, ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി കൂടെയാണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്കിലും ആർവെല്ലിന് വേറൊരു രാജ്യത്തിനടുത്തുനിന്ന് ഒരു ഓർഡർ കിട്ടിയിരുന്നു. 130 കോടിയുടെ ഓർഡറാണ് അവർ കിട്ടിയത്. ബാക്ക് ടു ബാക്ക് ഓർഡേഴ്സ് വരുന്ന ന്യൂസാണ് എല്ലാ ദിവസവും കാണുന്നത്. എല്ലാ ദിവസവും വെച്ച് അവർക്ക് ഓർഡർ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ കമ്പനീനെ ഫ്യൂച്ചർ വാല്യൂഷൻസ് ആണ് ആക്ട് ചെയ്ത്. അപ്പോൾ ഓരോ റിസൾട്ട് പ്രകാരം ഇതിന് വാല്യൂഷൻ കൂടി 1000 റുപ്പീസോ അതിൽ കൂടുതലാവാൻ സാധ്യതകൾ ആർവെല്ലിനുണ്ട്. കാരണം ആർവെൽ ഒരു മിയർ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്ക് അല്ല. റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് റെയിൽവേ റിലേറ്റഡ് എല്ലാ സ്റ്റോക്സിനും നല്ലൊരു മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാം വളരെ ഫണ്ടമെൻ്റൽ നല്ല സ്ട്രോങ് സ്റ്റോക്സാണ്. ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് കമ്പനീസാണ് ഇവരെല്ലാം. ഇതിൻ്റെ അപ്പുറമാണ് ആർവെൽ. ഇത് 5 ഇയേഴ്സ് കഴിഞ്ഞാലും ആർവെല്ലിൻ്റെ പൊട്ടൻഷ്യാലിറ്റി സ്റ്റിൽ ഉണ്ടാവും. ഇന്ന് ഞാനിവിടെ പറയുന്നത് വേറൊരു റെയിൽവേ സ്റ്റോക്കാണ്, റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കാണ്. ഓൾറെഡി ഞാൻ റെക്കമെൻഡ് സ്റ്റോക്കാണ്, പല ടൈമിലായിട്ട് റെക്കമെൻഡ് സ്റ്റോക്കാണ്. 160 ഉള്ളപ്പോൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, 260 ഉള്ളപ്പോൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് റെക്കമെൻഡ് ചെയ്തത് 395 ഉള്ളപ്പോഴാണ്. 430 ടാർഗറ്റ് പറഞ്ഞത് അതും അച്ചീവ് ചെയ്തു. ഇത് കമ്പനീൻ്റെ പേര് റെയിൽടെൽ. റീസെൻ്റ്ലി അത് 617 രൂപ വരെ എൻ്റെ ഹൈ കാണിച്ചു, എന്നിട്ട് വന്നു. സാധാരണ കേസിൽ റെയിൽടെൽ എപ്പോഴും ആർവെലിനെക്കാട്ടും ഒരു 10-20% കയറി നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആർവെലിനാണ് അതിന് മേലെ നിൽക്കുന്നത്. റെയിൽടെലിൻ്റെ ആർവെലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇക്വിറ്റി കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് അതിന് മൊമെൻറ്റും ഫാസ്റ്റിൽ വരാനുള്ള കാരണം. അപ്പോൾ റെയിൽടെൽ എന്ന കമ്പനിയാണ് ഞാൻ ഇത്തവണ റെക്കമെൻഡ് ചെയ്യുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ PE സെക്ടർ നോക്കുമ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ PE സെക്ടറിലേക്കാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്. റെയിൽവേ സെക്ടറായിട്ടല്ല, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ആയിട്ടല്ല. ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ റെയിൽവേനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രമുഖ കമ്പനിയാണ് റെയിൽടെൽ. നമുക്കറിയാം, റെയിലിൻ്റെ വികസനം വരുമ്പോൾ അതിന് കൂടെ തന്നെ വികസനം വരുന്ന ഒരു റെയിൽവേ സെക്ടറാണ് സ്റ്റേഷൻസ്. എല്ലാ സ്റ്റേഷൻസും അതേ ലെവലിൽ ഡെവലപ്പ് ചെയ്തേ പറ്റൂ. ഹൈടെക് ലെവലിലേക്ക് എല്ലാ റെയിൽവേ സ്റ്റേഷൻസും മാറാൻ പോവാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻസിൻ്റെ ഡെവലപ്മെൻറ്റിൽ നല്ലൊരു പങ്ക് വഹിക്കുന്ന കമ്പനിയാണ് റെയിൽടെൽ. എല്ലാ സ്റ്റേഷൻസിലും വൈഫൈ ഫെസിലിറ്റീസ് കൊടുക്കുന്ന കമ്പനി റെയിൽടെലാണ്. റെയിൽടെൽ ത്രൂ ആണ് എല്ലാ സ്റ്റേഷൻസിലും വൈഫൈ ഫെസിലിറ്റി കൊടുക്കുന്നത്. വളരെ പ്രമുഖമായ കമ്പനിയാണ്. ഇക്വിറ്റി വളരെ കുറവാണ്.
ഇന്നത്തെ വെള്ളിയാഴ്ച ക്ലോസിംഗ് റേഞ്ച് 516.35 ആണ്. അതിൻ്റെ ഇയർ ഹൈ 617 ആണ്. അത് റീസെൻ്റ്ലി പോയതാണ്, കഴിഞ്ഞ ആഴ്ച പോയി. നല്ലൊരു വോളറ്റൈൽ സ്റ്റോക്കാണ്. ഹൈ 100 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്റ്റോക്കിലാവാം. അതുകൊണ്ട് തന്നെ ഒരു കറക്ഷൻ, ഇപ്പോൾ റിലയൻസിൻ്റെ റിസൾട്ട് മോശമാണ്, അതുകൊണ്ട് തിങ്കളാഴ്ച ചൊവ്വാഴ്ച കറക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഒരു ചൊവ്വാഴ്ച ബഡ്ജറ്റാണ്. അപ്പോൾ ഇതൊരു വോളറ്റൈൽ സെക്ടർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എടുത്ത് ചാടി വാങ്ങണ്ട, 560 റേഞ്ചിലൊന്നും വാങ്ങണ്ട. ഒരു 460 റേഞ്ച് റെയിൽടെലിന് ഒരു സപ്പോർട്ടാണ്. അപ്പോൾ 460 റേഞ്ച്, 480, 470 ആ ലെവലിൽ റെയിൽടെലിൽ കിട്ടുകയാണെങ്കിൽ എൻറ്റർ ചെയ്യാം. എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് 700 റുപ്പീസിലേക്ക് പോകും. ആർബിഐനിൽ 1000 റുപ്പീസ് പോകുമെന്ന് പറഞ്ഞാൽ റെയിൽടെലിൽ 700 റുപ്പീസ് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ആർബിഐനിലൊക്കെ നമ്മൾ പി റേഷ്യോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഓവർ വാല്യൂഡ് ആണ്. പക്ഷേ റെയിൽടെൽ സ്റ്റിൽ അതിൻ്റെ പി റേഷ്യോയിൽ താഴെ തന്നെയാണ് കിടക്കുന്നത്. കാരണം ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ് മേഖല പി റേഷ്യോ ആയിട്ടാണ് റെയിൽടെലിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ റീസെൻ്റ് പോയ ഇയർ ഹൈ 617 റുപ്പീസിലേക്ക് തന്നെ പെട്ടെന്ന് പോകാനുള്ള സാധ്യതകൾ റെയിൽടെലിന് ഉണ്ട്. പി റേഷ്യോ 67.85 ആണ്. ഇൻട്രസ്റ്റ് പി 68 ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഈക്വലാണ്, അതിന് കൂടുതലല്ല. ഇ പി എസിൽ 30% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ 77 കോടി ലാഭം കാണിച്ചിരുന്നു. ഈ വരുന്ന ക്വാർട്ടർ, ജൂൺ ക്വാർട്ടറിൽ നല്ലൊരു ലാഭം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. 7 പെട്രോസ്കി സ്കോർ, ഹൈ പെട്രോസ്കി സ്കോറുള്ള കമ്പനിയാണ്. ഡെപ്റ്റ് ഇല്ല, കടമില്ലാത്ത കമ്പനിയാണ്. പിന്നെ കവച് സിസ്റ്റം എന്നൊരു സംഭവം വരുന്നുണ്ട്. റെയിൽവേൻ്റെ മൊത്തത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം വരാൻ പോവുകയാണ്. അതിൽ നല്ലൊരു പങ്ക് വഹിക്കാവുന്ന കമ്പനീസാണ് ആർബിഐനിലും ഇർക്കോണും റെയിൽടെലൊക്കെ. റെയിൽടെൽ, ഇർക്കോണും ടിറ്റാഗ വാഗൺസ് ഒക്കെ നല്ല സൂപ്പർ കമ്പനീസാണ്. നെക്സ്റ്റ് വീഡിയോ ഇർക്കോണെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ ഷെയർ ക്യാപിറ്റൽ 320 കോടിയേ ഉള്ളൂ. കഴിഞ്ഞ സമയത്ത് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അതിന് റിസർവ് 1318 കോടിയെന്നും ഇന്നത്തെ റിസർവ് 1506 കോടിയാണ്. പിന്നെ 72.84% പ്രൊമോട്ടേഴ്സിന് എടുത്താണുള്ളത്. FIS ലാസ്റ്റ് ടൈം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് 1.45% ചെയ്യുന്ന FIS ഹോൾഡിംഗ്. FIS എൻഹാൻസ് ചെയ്തിട്ട് 2.15 ആക്കിയിട്ടുണ്ട്. DISന് എടുത്ത് 2.86 ഉണ്ട്. പിന്നെ ഇതിനെല്ലാം പോകുന്ന ഒരു മിനി രത്ന പദവി കൊടുത്ത കമ്പനി കൂടെയാണ് റെയിൽടെൽ. ഇതിൻ്റെ വേറെ ഫങ്ഷൻസിന് വെക്കുകയാണെങ്കിൽ ബ്രോഡ്ബാൻഡും VPIN സർവീസസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു കമ്പനി ഫോം ചെയ്ത് തന്നെ 2000-ൽ ഈ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും പിന്നെ ബ്രോഡ്ബാൻഡ്, നാഷണൽ വൈഡ് ബ്രോഡ്ബാൻഡ് ടെലികോം, അതേപോലെ തന്നെ മൾട്ടിമീഡിയ നെറ്റ്വർക്ക്, ഇതെല്ലാം ട്രെയിൻ കൊടുക്കാൻ വേണ്ടിയിട്ടും ഒരു ട്രെയിനിൻ്റെ കൺട്രോൾ ആൻഡ് സേഫ്റ്റി സിസ്റ്റത്തിൽ ഭാഗമാകാൻ വേണ്ടിയിട്ടും എല്ലാമാണ് റെയിൽടെൽ 2000-ൽ ഫോം ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, MPLS VPN സർവീസസ്, ടെലി പ്രസൻസ്ഡ്, ലീസ് ലൈൻ, അങ്ങനെ ഒരുപാട് ഡാറ്റാ സെൻറ്റർ സർവീസസ് ഇതിലൊക്കെ പങ്കുവയ്ക്കുക. ഡാറ്റാ സെൻറ്റർ സർവീസിൽ വേറെ ഇമ്പോർട്ടൻസ് സംഭവം, ഡാറ്റാ സർവീസസ് സെൻറ്റേഴ്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി ന്യൂസ് കിട്ടി. അത് റിലയബിൾ ആണോ എന്നറിയില്ല. റെയിൽവേയിൽ തന്നെ ഒരു ഡാറ്റാ സെൻറ്റർ സർവീസ്, റെയിൽവേ റിലേറ്റഡ്, റെയിൽവേന് ഫുൾ ലിങ്ക് ചെയ്യുന്ന ഡാറ്റാ സർവീസ് തുടങ്ങാൻ പോയിട്ട് പറയുന്നത്. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കമ്പനി റെയിൽടെല്ലാണ് കമ്പനി. കാരണം ഓൾറെഡി റെയിൽടെൽ ഡാറ്റാ സെൻറ്റർ സർവീസസ് ബിസിനസ്സിൽ ഏർപ്പെട്ട കമ്പനിയാണ്, എക്സ്പെഷ്യലി ടു റെയിൽവേ സിസ്റ്റംസ്. പിന്നെ ഇത് എല്ലാ സ്റ്റേഷൻസിലും ഞാൻ ഓൾറെഡി പറഞ്ഞ് പബ്ലിക് വൈഫൈ, എല്ലാ റെയിൽവേ സ്റ്റേഷനും പബ്ലിക് വൈഫൈ കൊടുക്കുന്ന കമ്പനി റെയിൽടെൽ. ഓൾറെഡി 6108 സ്റ്റേഷൻസിൽ കൊടുത്തു കഴിഞ്ഞ് ഇനിയും 1000-1500 സ്റ്റേഷൻസിനും കൂടെ ഓൾറെഡി പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഓൾ ടുഗദർ ഇന്ത്യയിലെ മൊത്തം സ്റ്റേഷൻസും വൈഫൈ കണക്ടിവിറ്റി ഉണ്ടാവും. ഇപ്പോൾ റെയിൽ വയർ വൈഫൈ എന്ന പേരിലാണ് റെയിൽടെൽ കൊടുക്കുന്ന. റെയിൽടെൽ പ്രൊഡക്റ്റിൻ്റെ പേര് റെയിൽ വയർ വൈഫൈ ആണ്. അത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഈ നിലവിലുള്ള റേറ്റിൽ 560-ൽ പോയി വാങ്ങാണ്ട് 460, 470 റേഞ്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു കുറച്ചും കൂടി ഒരു കറക്ഷൻ മാർക്കറ്റിൽ വരാണ്ട്, ഹെൽത്തി കറക്ഷൻ നല്ലതാണ്. മാർക്കറ്റിൽ ഒരു കറക്ഷനിലൊന്നും ടെൻഷൻ അടിക്കുന്ന ആവശ്യമില്ല. നമ്മൾ കയ്യിലുള്ള സ്റ്റോക്ക് ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്കാണെങ്കിൽ ഒരു വിധത്തിലും ടെൻഷൻ അടിക്കാൻ ആവശ്യമില്ല. സോ റെയിൽടെൽ 460, 470 ബൈ ചെയ്യുക. 700 ടാർഗറ്റ് വെച്ചിട്ട് ഒരു ഷോർട്ട് ടേമിലേക്ക് തന്നെ 700 പോകാനുള്ള സാധ്യതകളുണ്ട്. ലോങ് ടേമിലേക്ക് ഒരു 900,000 റുപ്പീസിലൊക്കെ പോകാനുള്ള സാധ്യതയുള്ള കമ്പനിയാണ് റെയിൽടെൽ. സോ ആസ് യൂഷ്വൽ ഞാനൊരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് അല്ല. സ്വയം പഠിച്ചിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആരെങ്കിലും അഡ്വൈസസ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യാൻ.
സോ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.